ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റിയും ക്രിസ്പിയുമായിട്ടുള്ള ഒരു പലഹാരമാണ്. കുറഞ്ഞ ചേരുവകൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വളരെയധികം എളുപ്പത്തിൽ ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു പലഹാരമാണ്. മൈദ ചിപ്സ്, 6-ാം നമ്പർ, ഡയമണ്ട് കട്ട് എന്നീ പേരുകളിലാണ് ഇത് അറിയപ്പെടുന്നത്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത് മധുരമില്ലാത്ത ഒരു ഡയമണ്ട് കട്ടാണ്. എങ്ങനെയാണ് നോക്കാം. അതിനു മുമ്പായി നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് വരുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളെല്ലാം നിങ്ങൾക്ക് ഉടനെ തന്നെ കാണാൻ സാധിക്കും. ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1 കപ്പ് മൈദാമാവ്, ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ ജീരകം, 1 ടീസ്പൂൺ മുളക് പൊടി, 4 ടേബിൾ സ്പൂൺ ഓയിൽ, ആവശ്യത്തിന് വെള്ളം. ആദ്യം ഒരു ബൗൾ എടുത്ത് അതിലേക്ക് 1 കപ്പ് മൈദാമാവ്, ആവശ്യമുള്ള മാവ് എടുക്കുക. അതിനുശേഷം ആവശ്യമായ ഉപ്പ് ഇട്ട് കൊടുക്കുക. ഉപ്പ് കൂടിപ്പോകാതെ നോക്കണം. ആവശ്യമാണെങ്കിൽ പിന്നീട് ഇടാവുന്നതാണ്. അതുപോലെ അടുത്ത് ജീരകമാണ് വേണ്ടത്. എള്ളും ഉപയോഗിക്കാം. നിങ്ങളുടെ അടുത്ത് എന്താ ഉള്ളത് അത് ഉപയോഗിക്കുക. 1 ടീസ്പൂൺ മുളക് പൊടി. ഇത് നന്നായി മിക്സ് ചെയ്യുക. നന്നായി മിക്സ് ആയതിനു ശേഷം മാത്രം നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്താൽ മതി. ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് നന്നായി കുഴച്ചെടുക്കുക. ഇനി നമുക്ക് ഇതിൽ വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാം. കുറേശ്ശെ വെള്ളം ഒഴിച്ച് നന്നായി കുഴച്ചെടുക്കുക. ചപ്പാത്തി പരുവത്തിൽ കുഴച്ചെടുക്കുക. മാവ് നന്നായി കുഴഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാവ് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അതിനുശേഷം നമുക്ക് ഉരുളകളാക്കി പരത്തിയെടുക്കാം. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഒരു കത്തി ഉപയോഗിച്ച് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് കട്ട് ചെയ്യാം. ഞാനിവിടെ സ്ക്വയറായിട്ടാണ് കട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡയമണ്ട് കട്ടായിട്ട് കട്ട് ചെയ്യാം. ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് വറുക്കാൻ ആവശ്യമായ എണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ചൂടായ ശേഷം തീ കുറച്ച് വെച്ച് ഓരോന്നോരോന്നായി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഓക്കെ ഫ്രണ്ട്സ്, ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കും. ക്രിസ്പിയും ടേസ്റ്റിയുമായിട്ടുള്ള ഒരു സ്നാക്കാണിത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.
നന്ദി, നമസ്കാരം.